ബ്രത്ത് അനലൈസർ പരിശോധനയിൽ KSRTCയിൽ വീണ്ടും നടപടി. 97 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 40 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഡ്യൂട്ടിക്ക് മദ്യപിച്ച് വന്നതും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിക്കുന്നതിനുമാണ് നടപടി. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സുനിഷ, KSRTCയിലെ ജീവനക്കാരെന്ന് പറയുന്നത് അതിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടുന്നവരാണോ? മദ്യപിച്ചുകൊണ്ടാണോ ഇവരൊക്കെ ഈ ഡ്യൂട്ടിക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും പിന്നിൽ കണ്ടക്ടറും ഡ്രൈവറും അടക്കം ഉൾപ്പെടുന്നവരെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഈ KSRTCയിൽ ബ്രത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ മദ്യപിച്ചെത്തുന്നത് കണ്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും നേരത്തെ തന്നെ KSRTC ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു ചൊവ്വാഴ്ച ദിവസം ഇതേ രീതിയിൽ തന്നെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. അതിൽ 100ഓളം ജീവനക്കാരെ നടപടിക്ക് വിധേയമാക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇതേ തരത്തിൽ തന്നെ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ KSRTCയിൽ വീണ്ടും ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും 97 ജീവനക്കാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 40 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തുക, ഒപ്പം തന്നെ ഈ ജോലി ചെയ്യുന്നതിനിടയിൽ, അതായത് ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചു വെക്കുന്ന പ്രവണത ചിലരിലെങ്കിലും കാണുന്നുണ്ട് എന്നതാണ്. ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിൽ ഈ കാണുന്നവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഏത് ജീവനക്കാരാണോ മദ്യം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിക്കുന്നത് അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നത് അറിയിച്ചിരുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ 100ഓളം ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അതിൽ തന്നെയും ഏകദേശം ഒരു 74ഓളം സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നാലെ 26ഓളം പേരെ സ്വിഫ്റ്റിലെയും KSRTCയിലെയും ബദലി ജീവനക്കാരടങ്ങുന്ന 76ഓളം പേരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ വീണ്ടും ഏകദേശം 97ഓളം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നത് തന്നെയാണ്. 40ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ബ്രത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കും. ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാർക്കും ഇത് ബാധകമാണ്. ഒപ്പം തന്നെ വനിതകൾ ഒഴികെയുള്ള എല്ലാ കണ്ടക്ടർമാരിലും പരിശോധന കർശനമായി നടത്തുമെന്നത് KSRTC ഉത്തരവിൽ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഓരോ ദിവസങ്ങളിലായും ഇതേ രീതിയിൽ തന്നെ പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ വാഹനം ഓടിക്കുമ്പോഴും സുരക്ഷിതമായ ഗതാഗതം സാധ്യമാക്കുക, സുരക്ഷിതമായി തന്നെ ഈ പലപ്പോഴും KSRTCയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ മദ്യപിച്ച് ഡ്രൈവർമാർ എത്തുന്നു എന്നതടക്കമുള്ള പരാതികൾ നേരത്തെ തന്നെ KSRTCക്ക് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് നിർബന്ധമാക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ KSRTCയും നിർബന്ധിതരായത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഏതായാലും ടെസ്റ്റുകൾ നടക്കുന്നതും പിന്നാലെ തന്നെ ഈ ബ്രത്ത് അനലൈസർ ടെസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതിൽ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നത്. ബിനിൽ. ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകുന്നത്. മാതൃകാപരമായ നടപടിയാണ് KSRTCയുടെ ഭാഗത്തു നിന്ന്, ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സ്വന്തം ജീവനും യാത്രക്കാരുടെ ജീവനും വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ ജീവനും ഉൾപ്പെടെ ഭീഷണിയാവുന്ന തരത്തിലുള്ള ജീവനക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയാണ് KSRTC.